അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ച് ടാറ്റ ഗ്രൂപ്പ്. നഷ്ടപരിഹാരത്തുക 1,25,00,000 ഉയർത്തി. കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എത്ര പേർ മരിച്ചു എന്നതിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. വിമാനാപകടത്തിൽ ഒരു എയർ ഹോസ്റ്റസിന്റെ മൃതദേഹം കൂടി കണ്ടെത്തി. ഹോസ്റ്റലിൽ ഇടിച്ചുകയറിയ വിമാനത്തിന്റെ വാൽഭാഗം പരിശോധനയ്ക്കായി NDRF സംഘം ഉയർത്തിമാറ്റി. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇപ്പോൾ മരിച്ചവർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടാറ്റ ഗ്രൂപ്പ്. ഇന്നും സംഭവസ്ഥലത്ത് പരിശോധനകൾ നടന്നിരുന്നു. NDRF സംഘം കൂടുതൽ പരിശോധന നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്ന് സംഭവസ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ? അതിൽ അരുൺകുമാർ, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലും ഇപ്പോഴും പരിശോധനയും തെരച്ചിലും തുടരുകയാണ്. പ്രധാനമായും മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്നും കെട്ടിടത്തിൽ നിന്ന് ലഭിച്ചു എന്നാണ് NDRF സംഘം അറിയിക്കുന്നത്. ഇന്ന് നമ്മൾ തത്സമയം ചില ദൃശ്യങ്ങൾ കൂടി റിപ്പോർട്ടർ TV സംഘം കണ്ടിരുന്നു. സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ മുകൾ ഭാഗത്ത് ഈ വിമാനം ഇടിച്ചിറങ്ങിയതിന്റെ വാൽഭാഗം, അത് മേൽക്കൂര തകർത്തുകൊണ്ട് അവിടെ ഇടിച്ചിറങ്ങിയിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിച്ചിരുന്നു. അതിനുള്ളിൽ നിന്ന് ഒരു എയർ ഹോസ്റ്റസിന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന് NDRF സംഘം അറിയിക്കുന്നുണ്ട്. ഇതിനൊപ്പം നിരവധി മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തുന്നുണ്ട്. നിരവധി പേരെ കാണാനില്ല എന്ന പരാതി ഇപ്പോൾ പോലീസിനും ഗുജറാത്ത് സർക്കാരിനും ലഭിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ രക്തസാമ്പിളുകൾ ശേഖരിക്കുകയാണ്. പിന്നീട് ഈ മൃതദേഹാവശിഷ്ടവുമായി ബന്ധം സ്ഥിരീകരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ഈ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. 100 NDRF സേനാംഗങ്ങൾ 6 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. BJ ആശുപത്രി ഹോസ്പിറ്റലിൽ ഇടിച്ചു കയറിയ വിമാനത്തിന്റെ വാൽഭാഗം നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്ന് കൂടുതൽ പരിശോധനക്കായ വാൽഭാഗം താഴേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. DGCAക്കൊപ്പം നിരവധി അന്വേഷണ ഏജൻസികൾ, NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പരിശോധന നടത്തുന്നു. അവർ ഇപ്പോഴും തെളിവെടുപ്പ് പല അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞ് ഇപ്പോഴും പ്രദേശത്ത് തെളിവെടുപ്പും തുടരുകയാണ്. അതിനിടെ ടാറ്റ നേരത്തെ തന്നെ ഈ അപകടത്തിൽ മരിച്ച ഓരോരുത്തർക്കും 1 കോടി രൂപ വീതം ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് 1,25,00,000 ഉയർത്തിയിട്ടുണ്ട്. ഈ 25 ലക്ഷം രൂപ അടിയന്തര സഹായം എന്ന നിലയ്ക്ക് തന്നെ നൽകുമെന്നും ടാറ്റ ഗ്രൂപ്പ് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. അഹമ്മദാബാദിൽ ഈ അപകടം നടന്ന ഹോസ്റ്റൽ പരിസരത്ത് നിന്നുമാണ് റിപ്പോർട്ടർ വാർത്താ സംഘം പ്രേക്ഷകരിലേക്ക് എത്തിയത്.